ചേച്ചി, എനിക്ക് ആ ഗോൾഡ് കിട്ടിയേ പറ്റത്തുള്ളൂ. നീ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇത്ര പെട്ടെന്ന് എന്നോട് ഗോൾഡ് ഒക്കെ ചോദിച്ചാ ഞാനിപ്പോ എവിടെ നിന്ന് എടുത്തു തരാനാ? നീ കുറച്ചും കൂടി ഒന്ന് ക്ഷമിക്ക്. ചേച്ചി, എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അച്ചുമോളുടെ എക്സാം ഫീസ് പോലും ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല. എന്റെ കയ്യിൽ ഇനി വിൽക്കാൻ ഒരു തരി പൊന്നു പോലും ഇല്ല. ചേച്ചിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്റെ കൊച്ചിന്റെ കഴുത്തേലും കാതിലും കിടന്ന മാലയും വളയൊക്കെ ഞാൻ ഊരി തന്നത്. അത് പിന്നെ നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് അതങ്ങ് തിരിച്ചു ചോദിക്കുന്നു ഞാൻ അറിഞ്ഞോ? അതുകൊണ്ട് ഞാനതങ്ങ് വിറ്റു. വിറ്റോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എന്റെ കൊച്ചിന്റെ കാതലും കഴുത്തിലും കിടന്ന സ്വർണം വിൽക്കാൻ ചേച്ചിയോട് ആരാ പറഞ്ഞത്? അതിനവള് നിന്റെ മാത്രം മോളല്ലല്ലോ, എന്റെ കൂടെ മോളല്ലേ. അപ്പൊ എനിക്ക് ഇച്ചിരി കാശിന് അത്യാവശ്യം വന്നപ്പം ഞാനതങ്ങ് വിറ്റു. കുറച്ച് പൈസ ഒരുമിച്ച് കിട്ടുമ്പം അച്ചുമോൾക്ക് അതേപോലത്തെ മാലയും കമ്മലൊക്കെ എടുത്തു കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്ര പെട്ടെന്ന് നീ കയറി വന്ന് സ്വർണ്ണമൊക്കെ ചോദിക്കുന്നു ഇപ്പൊ ഞാൻ അറിഞ്ഞോ? പിന്നെ അത് മാത്രമല്ല, അമ്മയുടെ ട്രീറ്റ്മെന്റിന് എത്ര രൂപയായെന്നാ? അതിൽ നിന്നൊക്കെ കുറച്ച് കാശ് എടുത്തിട്ടാ ഞാൻ ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്തത്. എന്റെ മാത്രം അമ്മയല്ലല്ലോ, നിന്റെ കൂടെ അമ്മയല്ലേ. ദേ ചേച്ചി, അനാവശ്യം പറയരുതേ. ഞാൻ എപ്പോഴും അമ്മയുടെ ട്രീറ്റ്മെന്റിന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളത്? അമ്മയ്ക്ക് ഓരോ തവണ അസുഖം വരുമ്പോഴും ഞാനല്ലേ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ മേടിച്ചിട്ടുണ്ടോ? ഞാനല്ലേ ബില്ല് മൊത്തം പേ ചെയ്തോണ്ടിരുന്നത്. പിന്നെന്താ ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, അപ്പൊ നീ എന്നോട് കണക്ക് പറയാണല്ലേ? നിന്റെ ഭർത്താവ് എന്താ നിന്നെ എരിവ് കയറ്റി വിട്ടതാണ് അങ്ങോട്ട്? വെറുതെ വീട്ടിലിരിക്കുന്ന ആളെ പറയല്ലേ ചേച്ചി. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അതിനുള്ളിൽ എനിക്ക് എന്റെ കൊച്ചിന്റെ സ്വർണ്ണം എടുത്ത് തന്നേക്കണം. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.